ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇൻസിനി ജേസുസ് എന്ന ഈ പുസ്തകത്തിലെ 42-ാമത്തെ പേജിൽ ഇങ്ങനെ നമ്മൾ കാണുകയാണ്: നന്മ തിന്മയുടെ മേലും സ്നേഹം വിദ്വേഷത്തിൻ്റെ മേലും കരുണ നീതിയുടെ മേലും വിജയം വരിക്കുന്നതിനുള്ള വലിയ മാർഗമാണ് ഒരു വൈദികൻ്റെ ആശീർവാദം. അതുപോലെ എൻ്റെ വിശുദ്ധരുടെ തിരുശേഷിപ്പ് വെച്ചുള്ള ആശീർവാദവും എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നു. ഞാൻ വിശുദ്ധരിൽ മഹത്വപ്പെടുന്നു. ആത്മാക്കളുടെ പ്രപഞ്ചത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ സമ്പന്നത ഞാൻ അവരിലൂടെ കൈമാറുന്നു. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടായിരിക്കും ജനിച്ചിരിക്കുക? 500 വർഷം മുമ്പല്ല ഞാൻ ജനിച്ചിരിക്കുക, 500 വർഷങ്ങൾക്ക് ശേഷമല്ല നിങ്ങൾ ജനിച്ചിരിക്കുക. നമ്മളെല്ലാം ഈ ടൈം ആൻഡ് സ്പേസിലാണ്. കാരണം ഇവിടെ ഈശോയുടെ കാരുണ്യത്തിൻ്റെ വെളിപ്പെടുത്തൽ നമ്മളിലൂടെ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നത ഈ ടൈം ആൻഡ് സ്പേസിൽ നിറവേറുന്നത് നമ്മളിലൂടെയാണ്. പരിശുദ്ധ കത്തോലിക്ക സഭ എന്നാൽ നമ്മൾ തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ. അതുപോലെ വിശുദ്ധരും ഓരോ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രകടിപ്പിച്ചവരാണ്, വെളിപ്പെടുത്തിയവരാണ്. അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ ചില അടയാളങ്ങളായിട്ടും വെളിപ്പെടുത്തലായിട്ടും ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന പോലെ ഒരു ലിവിങ് എക്സജസിസ് ആയിട്ട്, സുവിശേഷ വ്യാഖ്യാനമായിട്ട് മാറിയവരാണ് അവർ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിശുദ്ധരുടെ ആ ഒരു തിരുശേഷിപ്പ് കൊണ്ടുള്ള ആശീർവാദവും ഒരു പുരോഹിതൻ്റെ ആശീർവാദത്തിനുമൊക്കെ ഒത്തിരിയേറെ വിലയുണ്ടെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുക. അതെന്താണ്? നന്മ തിന്മയുടെ മേലും നീതിയുടെ മേൽ കരുണയും ഒക്കെ വിജയം വരിച്ചാൽ, ഈശോ പറയുന്നത് ശ്രദ്ധിക്കുക, വിദ്വേഷത്തിൻ്റെ മേൽ സ്നേഹം വിജയം വരിച്ചതിൻ്റെയും അതുപോലെ തന്നെ തിന്മയുടെ മേൽ നന്മ വിജയം വരിച്ചതിൻ്റെയും അതുപോലെ നീതിയുടെ മേൽ കരുണ വിജയം വരിച്ചതിൻ്റെയും ഒക്കെ അടയാളമാണ് ഈശോ ഒരു പുരോഹിതനിലൂടെ പുരോഹിതനിലൂടെ ലഭിക്കുന്ന ആശീർവാദമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നമുക്ക് വിശുദ്ധരുടെ ഗണത്തിൽ നമ്മളും ചേർക്കപ്പെടേണ്ടവരാണ്. നമ്മുടെ ജ്യേഷ്ഠ സഹോദരങ്ങളാണ്, നമ്മുടെ പൂർവികരാണ് അവർ. അവരെ നമുക്ക് ബഹുമാനിക്കുകയും അവരുടെ മധ്യസ്ഥത തേടുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ സാഹചര്യങ്ങളുള്ളപ്പോഴൊക്കെ, അതിന് സാധ്യതയുള്ളപ്പോഴൊക്കെ നമുക്കൊരു പുരോഹിതൻ്റെ കയ്യിൽ നിന്ന് ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് ഓരോ നന്മ പ്രവർത്തികളിലേക്കും ഓരോ പുതിയ ലക്ഷ്യങ്ങളിലേക്കും ഇറങ്ങിത്തിരിക്കുന്ന ഒരു പ്രവണതയും നമുക്ക് സ്വീകരിക്കാനായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.